ടിവിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും നമ്മൾ ഗ്രേസ് ചേച്ചിയുടെ കൂടെ വന്നിരിക്കുകയാണ്. ഗ്രേസ് ചേച്ചി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇന്ന് എന്താണ് ചേച്ചി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്? പ്രേക്ഷകർക്കായിട്ട് മീൻ പൊള്ളിച്ചതാണ്. മീൻ പൊള്ളിച്ചത്, നെയ്മീൻ പൊള്ളിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്കിപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, നേരെ അങ്ങ് തുടങ്ങിയേക്കാം. എന്നാൽ പിന്നെ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഇതിലൊഴിക്കുകയാണ്. കഴുകി ഫ്രഷ് ആക്കി വെച്ചേക്കുന്ന മീനാണ്. പകുതി ചെറുനാരങ്ങ, 1/2 കിലോ മീൻ. 1/2 കിലോ മീന് പകുതി ചെറുനാരങ്ങ അല്ലേ? പകുതി ചെറുനാരങ്ങ. പുളി രസവും വേണം, ടേസ്റ്റും വേണം. അത് കഴിഞ്ഞ് ശകല മുളക് പൊടി കുറച്ചിട്ടാതി. ഇടിച്ച മുളകാണ് ഇതിനധികം ഇടുന്നത്. ശകല മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ, ഒരു ചെറിയ സ്പൂണിലല്ലേ? അത് മതി. ഇന്ന് കരളാൻ മാത്രം. ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഇത് പുരട്ടണം. എല്ലാ മീനും കൂടി പുരട്ടി എല്ലാ കഷ്ണത്തേലും പിടിക്കണം അല്ലേ? തലയെല്ലാം ഉണ്ടല്ലോ, എല്ലാം കൂടിയാണ്. ഇത് ഒരു മീനാണ്, ഒരു മീൻ മൊത്തമാണ്. ഒരു മീൻ മൊത്തമാണ്. കഴിഞ്ഞു. ഇനി വറുത്തെടുക്കണം. ഇത്രയും ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതിനെ വറുത്തെടുക്കണം. ഓക്കെ, വറുത്തെന്ന് പറഞ്ഞാൽ അധികം മൊരിയിപ്പിക്കാതെ വറുക്കണം. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ചട്ടി വെച്ച് ഇത് വറുത്തെടുക്കണം. ഓക്കെ, നമുക്കപ്പോൾ വറുത്തെടുത്തേക്കാം. ശകല വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. വറുക്കാൻ അധികം വെളിച്ചെണ്ണ വേണം. ഇത്രയും വെളിച്ചെണ്ണ മതി ഇത് വറുത്തെടുക്കാനായിട്ട്? അത് മതി. അത് കഴിഞ്ഞ് വറുത്ത് കഴിഞ്ഞിട്ട് സവോള മൊരിയിക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണ്ടി വരും. അന്നേരം വീണ്ടും നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതുകൊണ്ട് വറക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ മതി. ഒന്നും കളയാതെ എടുക്കാം കേട്ടോ. ഒരു നെയ്മീൻ മേടിച്ചാൽ ഞാൻ എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു സാധനങ്ങൾ കളയാതെ ഇതിൽ തന്നെ എടുക്കാം. വലിയ നെയ്മീനാണെങ്കിൽ 1 കിലോ ഒന്നും വേണ്ട, 1/2 കിലോ മതി. ഒരുപാട് പൊരിയൊന്നും വേണ്ട, ജസ്റ്റ് പയ്യെ വെന്താൽ മതി. ഇനി നമ്മൾ ഇഡലിച്ചമ്പിൽ വെച്ച് ഇല പൊതിഞ്ഞ് ആവി കയറ്റുമ്പോൾ ഒന്നും കൂടി വേകും. അപ്പോഴാണ് ടേസ്റ്റ്. എല്ലാ മീനും ഇത് ചെയ്യാൻ പറ്റുമോ? എല്ലാ മീനും ചെയ്യാം. ശരിക്കും ഇത് ചെയ്യേണ്ടത് നെയ്മീനും കരിമീനുമാണ്. കരിമീനാണ്, ഒന്നെങ്കിൽ കരിമീൻ അല്ലെങ്കിൽ നെയ്മീൻ. കരിമീനാണെങ്കിൽ ഇതിലും നന്നായിട്ടിരിക്കും. സാധാ മീൻ കിട്ടുന്നവർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കുഴപ്പമില്ല. എന്നൊന്നും അധികം വേവില്ലാത്ത മീനായതുകൊണ്ടാണ് നെയ്മീൻ എടുക്കുന്നത്. അതെ, പെട്ടെന്നുണ്ടാക്കിയ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ? പ്രേക്ഷകർ അധികം സമയം എടുക്കാത്ത കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നെയ്മീൻ്റെ തല കളയരുത്, കണ്ണ് കളയരുത്. അതൊക്കെ നല്ല ശരീരത്തിന് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആണെന്നാ പറയുന്നത്. അതെ അല്ലേ? കണ്ണൊക്കെ എല്ലാവരും കൂട്ടുമോ ചേച്ചി? കണ്ണൊക്കെ കൂട്ടണവരുണ്ട്. ഇപ്പൊ അയിലൊക്കെ കറി വെച്ചാൽ തലയില എല്ലാവരും കഴിക്കുന്നത്. കൂരി ഒരുവിധമായി. അതെ, സംഭവം അരിഞ്ഞ് വരട്ടിയെടുക്കുക. ഇല്ല, ഇതെടുത്ത് വേറെ പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ സവാള നീരിലും എണ്ണയിലും സവാള വാട്ടിയെടുക്കണം. അങ്ങനെയാണ്. എന്നിട്ട് ഇലയെ പൊതിഞ്ഞ് വെച്ചെടുക്കും. ഈ മീനൊന്ന് നന്നായിട്ട് വെന്ത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇനത്തിലേക്ക് കിടക്കാം. സവാള അരിഞ്ഞ് ഇതൊന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞ് വെക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെക്കാം, നമുക്ക് വെക്കാം. ഓക്കെ, ഒട്ടും കനമില്ലാതെ ആയിരിക്കണം അരിയേണ്ടത്. ഉണ്ടോ? കനം കുറച്ചരിയണം. എന്നുവെച്ചാൽ വേഗം പാടിക്കിട്ടാനാണ്. വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ സവോള ഒരു സാധനം പെട്ടെന്ന് അരിഞ്ഞ് പെട്ടെന്ന് തന്നെ ചൂടാക്കി എടുക്കണമെന്നാണ്
അങ്ങനെ എടുക്കുന്നതാണ് നല്ലത്. ശരീരത്തിന് സവാള അരിഞ്ഞു വയ്ക്കുന്നത് കൊള്ളൂല, ഉള്ളി സവാളയൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഫ്രഷ് ആയിട്ട് കറികളൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഫ്രഷ് ആയിട്ട് സവാള അരിഞ്ഞിടുന്നത്. അതുകൊണ്ടാണ്. പിന്നെ സവാള നമ്മ തൊണ്ട് കളയുമ്പോൾ ഈ ഇതിന്റെ മുകളിലെ തൊലി കളയില്ലേ, അപ്പൊ ഇത്രയുള്ള ഒരു തൊലിയും കൂടി വലിയ തൊലി കളയണം. അങ്ങനെയാണല്ലേ? എന്നിട്ട് സവാളയൊക്കെ നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നതാണ്, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും കീടങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപകാരപ്രദമാണ്, ശരീരത്തിന് രോഗം വരാതിരിക്കാൻ ഉപകാരപ്രദമാണ്. ചേച്ചി ഇങ്ങനെ കറി ഉണ്ടാക്കുന്നതിന് കൂട്ടത്തിൽ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അതെ. സവാള എന്തോരം വേണം ചേച്ചി? 1/2 കിലോ മീന് സവാള ഒരു 3 4 എടുക്കാം. ഞാൻ 3 എടുത്തിട്ടുള്ളൂ. 3-4 സവാള നമുക്ക് ഇതിന് ഗ്രേവി നല്ലതാണ്. ഇപ്പൊ ഇത് ഇലയിൽ പൊള്ളിച്ച് വരുമ്പോ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ മീനേക്കാളേറെ ഈ സവാള വഴറ്റിയതാണ് നമ്മൾ ചോറിന് കഴിക്കുന്നത്. ചോറിന് കഴിക്കാം, പലഹാരത്തിനൊക്കെ കഴിക്കാം. ഇഞ്ചിയും നീളത്തിൽ അരിയണം. ഇഞ്ചി നമ്മൾ നീളത്തിൽ അരിഞ്ഞിടണം. ചെറുതൊന്നും ആക്കി ചതക്കൊന്നും വേണ്ട, ഇതിന്റെ ടേസ്റ്റിനായിട്ട് അരിഞ്ഞിട്ടാ മതി അല്ലേ? അരിഞ്ഞിട്ടാ മതി, വേകാനുള്ളതാണ്. ഒന്ന് വഴറ്റിയിട്ട് നമ്മ ആവി കയറ്റണമല്ലോ. മീൻ ഏകദേശം ആയിട്ടുണ്ടായിരിക്കും അല്ലേ? പിന്നെ നമ്മൾ നമുക്ക് മാറ്റി വെക്കാം, വേറെ പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അല്ലേ? ചെറുതായിട്ടൊന്ന് വറുത്ത് വന്നാൽ മതിയല്ലേ ചേച്ചി? മൊരിയൊന്നും വേണ്ട, പൊള്ളിക്കാനല്ല. ഈ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മൾ കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത്രയും വെളിച്ചെണ്ണ മതി ചോദിച്ചു? മതി, നെയ്മീനല്ലേ. എന്നിട്ട് സവോള ഇടാം. സവോളയും ഇഞ്ചിയും നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നത് അല്ലേ ചേച്ചി? നന്നായിട്ട് വഴറ്റും. നമ്മൾ വലിപ്പം കുറച്ച് അരിഞ്ഞേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് റെഡി. വലിപ്പം കുറച്ച് സവാള ശരിയായി വരുന്നുണ്ടല്ലേ? ഇനി നമുക്ക് ഇതിനകത്ത് എന്താ വെച്ചിടണ്ടേ? ഇനി ഇടിച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇടിച്ചമുളക്, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇടണ്ടേ നമുക്ക്? വെളുത്തുള്ളി ഇടണം. 5 വെളുത്തുള്ളി എടുത്തരാമല്ലോ. എന്തോരം വേണം ചേച്ചി വെളുത്തുള്ളി? അത് മുഴുവൻ വേണ്ട, ഇത് മതിയായിരിക്കുമോ? അരിഞ്ഞിടണം. അപ്പോൾ നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞിടണം. ഇത് നമ്മൾ സവാള വഴറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി, വെളുത്തുള്ളി, അത് കഴിഞ്ഞിട്ട് ഇടിച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്ര സാധനങ്ങളാണ്. അത്ര മതി. വേണേ ഞാനൊന്ന് ഇളക്കി കൊടുത്തേക്കാം കേട്ടോ. വെളുത്തുള്ളിയും കൂടി ഇട്ടതല്ലേ? അപ്പോൾ സവാള ഒരുവിധം വഴഞ്ഞായിട്ടുണ്ട്. ഇനി അതിന് ബാക്കി വേണ്ട കാര്യങ്ങൾ ഇടാം. ഓക്കെ ചേച്ചി, ഇട്ട് കൊടുത്തേക്കാം. ഇടിച്ചമുളക് അതെന്തോരം വേണം ചേച്ചി? അത് ഒരു 2 സ്പൂൺ, 2-3 സ്പൂൺ ഇടാം. എരിവാണല്ലോ ഇതിൻ്റെ? എരിവ് വേണം അതിന്. ശകലം കൂടി ഉപ്പിടും. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി എപ്പോഴാണ് ചേച്ചി ഇട്ട് കൊടുക്കേണ്ടത്? മഞ്ഞൾപ്പൊടി വേണം, കുറച്ച് ഉപ്പിടാം. ാണ് പുറത്തേക്കുന്നത്. ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്ലേ ചേച്ചി? ഇളക്കണം.
മണം തന്നെ ഉണ്ടാവും. ആ മണം വരുന്നുണ്ട്. ഉപ്പും എരിവൊക്കെ ഇട്ടോളൂ. പുളി ഇട്ടില്ലല്ലോ. പുളി ഇട്ടില്ല. ചുറുക്ക ഒഴിക്കും. ചുറുക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി. വിനാഗിരി. അത് ഇവിടുത്തെ ഭാഷയാണോ ചേച്ചി? ചുരുക്ക. ഒരു ഇച്ചിരി വെള്ളമില്ലേ? അതെ. ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചപ്പോൾ പുളി ആയിട്ടുണ്ടാവും. ഇതിൽ വേറെ സാധാരണ മീൻകറിയിലിടുന്ന പുളിയൊന്നും ഇടേണ്ട കാര്യമില്ല. ഇല്ല. ചെറുനാരങ്ങയുടെ ടേസ്റ്റാണ് ഇതിൽ പുളി. പിന്നെ കുറവ് വരാതിരിക്കാൻ വേണ്ടി വേണ്ടവർക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കല്ലേ. അടുത്ത ഇനി എന്നാ ചേച്ചി? കറിവേപ്പില എടുക്കണം. കറിവേപ്പില അതാണ് എടുത്ത് വെച്ചിരുന്നത്. റെഡിയായി. മീനിടും. ഇതിലേക്കാണ് നമ്മൾ മീനിടാൻ പോകുന്നത് അല്ലേ? ഓക്കെ. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. നെയ്മീനായതുകൊണ്ട് സൂക്ഷിച്ചിളക്കിയില്ലെങ്കിൽ ഇല്ല, പൊടിയൂല. പൊടിയല്ല. ചെറുനാരങ്ങ ഇട്ടാൽ നമ്മളുടെ ഒരു മീനും പൊടിയൂല പറക്കുമ്പോൾ. ഇച്ചിരി നേരം നമുക്ക് മൂടി വെക്കാം അല്ലേ? എത്ര നേരം ഇത് മൂടി വെക്കണം ചേച്ചി? ഒരു 2-3 മിനിറ്റ്. 3 മിനിറ്റ് മതി. വെന്ത് കഴിഞ്ഞ് റെഡിയായി. ഇനി ഇലയിലോട്ട് എടുത്ത് വെക്കണതിന് മുമ്പ് ഒന്ന് വെച്ചെന്ന് അത്രേ ഉള്ളൂ. ഇതിപ്പോ മീൻ റെഡിയായി. പൊള്ളിക്കാനുള്ള മീൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി അടുത്തത് ഇതിൽ ചെമ്പ് വെച്ചിട്ട് വെള്ളം ആവിയാക്കണം. ശകലം വെള്ളം ഒഴിച്ചാൽ മതി. അരിപ്പ ഇതാണ് വെക്കേണ്ടത്. ഇങ്ങനത്തേതാണ് വെക്കേണ്ടത്. വെള്ളം ചൂടാകുന്ന സമയത്തേക്ക് നമുക്ക് വാഴയിലേക്കകത്ത് ഇതാക്കാൻ വേണല്ലേ? നമുക്കിപ്പോൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാകുമ്പോഴേക്കും മീൻ വാഴയിലെ പൊതിയാം. ഒരെണ്ണെടുത്ത് വെച്ച് കുറച്ച് ഗ്രേവി ഇട്ട് ചൂടല്ലേ? ഇതിപ്പോൾ മീൻ പൊള്ളിക്കാനുള്ള വെള്ളം ഇതിൽ ചെമ്പിലെ വെള്ളം ആവിയായി. അപ്പം നമ്മളിത് വാഴയിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നെയ്മീൻ അല്ലേ ചേച്ചി? ഇത് അധികം നേരമൊന്നും എടുക്കില്ലല്ലോ അല്ലേ ചേച്ചി? പെട്ടെന്ന് റെഡിയാവും. പെട്ടെന്നായില്ലേ? ഒരു 20 മിനിറ്റ്. നല്ല ചൂടുണ്ടല്ലോ ചേച്ചി? ചൂടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും മൂടി വെക്കണം. ഒന്നും കൂടി മൂടി ഒരു 2-3 മിനിറ്റ് ആവി ഇത് ഈ മീനിലേക്ക് കയറണം. അപ്പോൾ കഴിഞ്ഞു. സെറ്റാവും. ഇത്രയും പണിയേ ഉള്ളൂ. നമ്മുടെ നെയ്മീൻ സെറ്റായി. ഞാനോർത്ത് മീനൊക്കെ പൊള്ളിച്ചൊക്കെ എടുക്കാന്ന് പറയുമ്പോൾ നല്ല സമയം എടുക്കുമല്ലോ. അതെ അതെ. നമ്മുടെ നെയ്മീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. ആഹാ, സെറ്റ് സാധനം അല്ലേ? ഇതിൻ്റെ ടേസ്റ്റൊക്കെ കഴിച്ച് നോക്കിയിട്ട് പറയാം. ഇത്രയും പരിപാടിയേ ഉള്ളൂ. അപ്പം നമുക്ക് ചേച്ചി പെട്ടെന്ന് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കൊടുത്തേരെ. ഇപ്പോൾ നെയ്മീൻ കഴുകി ക്ലീൻ ചെയ്ത് വെക്കുക. ചെറുനാരങ്ങയും മഞ്ഞപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടി ഇട്ട് പുരട്ടുക. ഉപ്പും തേച്ച് പുരട്ടുക. പുരട്ടിയിട്ട് പയ്യനെ നോൺ സ്റ്റിക്കിൽ വെച്ച് അല്ലെങ്കിൽ സാധാരണ ചട്ടിയിൽ വെച്ചാലും ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് പയ്യനെ ഒന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇത്രയും സാധനങ്ങൾ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് വഴറ്റിയെടുത്തിട്ട് അതും ഈ വറുത്തെടുത്ത മീനും കൂടി ഇല പൊതിഞ്ഞ്
ഇഡ്ഡലിച്ചെമ്പിൽ വെച്ച് ആവി വെക്കും. എത്രയും പരിപാടിയുള്ളൂ, സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെന്താ ചെയ്യേണ്ടത്? നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവല്ലേ? അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടുണ്ട്. ഇല തുറക്കുമ്പോഴേ നല്ല മണം വരുന്നുണ്ട് കേട്ടോ ചേച്ചി. നെയ്മീനല്ലേ? ഇത് ഇച്ചിരി സവോളയൊക്കെ കൂട്ടി തന്നെ അങ്ങ് എടുത്ത് കഴിച്ച് നോക്കാം അല്ലേ ചേച്ചി? ചൂടുണ്ട്. ഇച്ചിരി ഗ്രേവിയും കൂടെ കൂട്ടി കഴിച്ച് നോക്കട്ടെ ചേച്ചി. നല്ല സാധനം ചേച്ചി. നമ്മൾ രണ്ടാമത് വിനാഗിരി ഒഴിച്ചില്ലേ, അതിൻ്റെ ടേസ്റ്റ് അറിയാനുണ്ട്. കൊള്ളാം കൊള്ളാം. അപ്പോൾ നെയ്മീൻ വാഴയില പൊള്ളിച്ചത് റെഡിയായി. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. അധികം സമയം വേണ്ടാത്ത മീൻ പൊള്ളിക്കലാണ്. അതെ, കരിമീനാണെങ്കിലും നെയ്മീനാണെങ്കിലും ഏത് മീനാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കിയാണെങ്കിലും അങ്ങനത്തെ ചാള അയിലേം വരെ ഇതിങ്ങനെ ചെയ്യും, ഉണ്ടാക്കി നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിൽ മീൻ മേടിക്കുമ്പോൾ അടുത്ത പ്രാവശ്യം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ നെയ്മീൻ വാഴയില പൊള്ളിച്ചത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ടാറ്റാ.